അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഖുർആനിൽ നിന്നുള്ള സൂറത്തുൻ നബയിലെ 21, 22 ആയത്താണ് നോക്കുന്നത്. ഇതുവരെയുള്ള 1 മുതൽ ഇതുവരെയുള്ള ആയത്തുകൾ കുട്ടികളെ കൊണ്ട് നന്നായി എന്നും ഓതിപ്പിക്കണം. തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്ത് ഓതി പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ സൂറത്തുൻ നബയിൽ 1-ാമത്തെ ആയത്താണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള വീഡിയോകൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യും. കുറേ ആളുകൾ ഇതിന് ആവശ്യപ്പെടുന്നുണ്ട് വീഡിയോക്ക്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വീണ്ടും ചെയ്യുന്നത്. ഇനി അടുത്തത് 21-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ജഹന്നമ ഇവിടെ 2 സ്ഥലങ്ങളിലും നൂനുണ്ട്. ആ 2 നൂനിനും ഷദ്ദുണ്ട്. അതുകൊണ്ടാണ് അവിടെ നല്ലവണ്ണം ശക്തിയിൽ പറഞ്ഞത്. ഇന്ന ജഹന്നമ. ഇവിടെ ഓരോ അക്ഷരങ്ങളായിട്ട് കാണാം. ഇ, ന, പിന്നെ ജീമ്, ജ, പിന്നെ ഹ, ന, നൂന്, മ, മീമ്. കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ എഴുതും. ഇന്ന ജഹന്നമ. അടുത്തത് കാനത്ത്. കാഫിന് നീട്ടാനുണ്ട്. കാനത്ത്. ഇവിടെ ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയിട്ടുണ്ട്. കാഫ്, അലിഫ്, നൂന്, ത. കാനത്ത്. ഇന്ന ജഹന്നമ കാനത്ത്. ഇന്ന ജഹന്നമ കാനത്ത്. ഇന്ന ജഹന്നമ കാനത്ത്. അടുത്തത് മിർസാദ. ഇവിടെ വഖഫായത് കൊണ്ടാണ് മിർസാദൻ എന്നുള്ള സ്ഥലത്ത് മിർസാദ എന്ന് നീട്ടിയിട്ട് അലിഫുമ്മ ഉച്ചരിച്ചത്. മിർസാദ. ഇവിടെയുള്ള അക്ഷരങ്ങൾ മീമ്, പിന്നെ റ് ഉണ്ട്, പിന്നെ സാദ്, പിന്നെ അലിഫ്, ദാല്, അലിഫ്. മക്കൾക്ക് അറിയാത്ത അക്ഷരങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. അറിയാത്ത കേട്ടോ, അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കൽ കൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവും. എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കൽ, ഉദാഹരണത്തിന് ഖാഫ് ആണെങ്കിൽ ഞാൻ അതിനൊരു ഉദാഹരണ സഹിതമാണ് പറയാം. ഉദാഹരണത്തിന് കോഴി എന്താറുണ്ട്, ഈ അതിൻ്റെ കുട്ടികളെ കൊത്തിക്കൊണ്ടാൻ വന്നാൽ അതെന്ത് ചെയ്യും, ഒച്ച ഉണ്ടാക്കിയിട്ട് കരയും. കൊ. അതുപോലെയാണ് എന്ത് ചെയ്യും, ഒരു രസത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഖാഫ് കാണുമ്പോൾ അവർക്ക് ആ കോയിൻ്റെ ഓർമ്മ വരും. കൊ. അങ്ങനെ പഠിപ്പിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അതുപോലെ വേറെ കുറേ ഉണ്ട്, അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറയും. ഇനി ഒന്ന് കൂട്ടി ഓതാം. ഇന്ന ജഹന്നമ. ഞാൻ ഓതിത്തതിന് ശേഷം ഒന്ന് ഓതാം. കാനത്ത് മിർസാദ. إن جهنم كانت مرصادا
ഇന്ന ജഹന്നമ കാനത് മിർസാദാ. ഇനി അടുത്ത ആയത്ത് ലിത്വാഗീന. ലിത്വാഗീന. ഇവിടെ ലാമിന് ഷദ് കാണും. ഇവിടെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ലി എന്ന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് ചെയ്താൽ ഈ സാധാ പോലെ ലിത്വാഗീന എന്ന് ഓതിയാൽ മതി. ഇത് നമ്മൾ മുമ്പത്തെ ആയത്തുണ്ടല്ലോ, ആ ആയത്തിൻ്റെ ഇവിടെ നിർത്താതെ ഓതുമ്പോൾ ഇന്ന ജഹന്നമ കാനത് മിർസാദൻ ലിത്വാഗീന. ഇവിടെ നിർത്താതെ ഓതുമ്പോഴാണ് ഈ ഷദ് കൂട്ടുള്ളൂ. അതൊക്കെ ഇനി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ മക്കൾ പഠിക്കും. ഇപ്പം എന്ത് മനസ്സിലാക്കിയാൽ മതി, ആയത്തിൻ്റെ തുടക്കത്തിൽ ഷദ് വന്നു കഴിഞ്ഞാൽ അവിടെ ഷദ് ഇല്ലാതെ ഓതണം. ലിത്വാഗീന ലിത്വാഗീന. ഇവിടെ നമുക്ക് കൂടുതൽ കുട്ടികൾക്ക് പ്രയാസം തോന്നുന്ന അക്ഷരം ഇതായിരിക്കും, ഗൈന്. ഗൈന് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഇത് നമുക്ക് കുട്ടികളോട് നമ്മൾ തൊള്ളയിലൊക്കെ വെള്ളമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തലമേപ്പോട്ട് ഉയർത്തിയിട്ട് വെള്ളം എങ്ങനെ ആക്കലില്ലേ, അത് ചിന്തിക്കാം. അത് പറഞ്ഞു കൊടുത്താൽ മതി. വെള്ളമാക്കുക, തൊള്ളയിൽ വെള്ളമാക്കിയിട്ട് നമ്മൾ പറയില്ലേ ഓന്ന്, അത് കുട്ടികളൊക്കെ ഓർപ്പിക്കുക. അപ്പം എന്ത് ചെയ്യും, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ അക്ഷരം ഇങ്ങനെ കാണുമ്പോൾ തൊള്ളയിൽ വെള്ളം എന്നിങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം എന്ത് ചെയ്യും, മനസ്സിലാവും. ലിത്വാഗീന. അവിടെ കണ്ടോ, ലിത്വാഗീന എന്നുള്ളിടത്ത് ലാമ് 2 ഉണ്ട്. ഒന്നിതും ഒന്നിതും. പിന്നെ ത്വാ, എന്നതിന് ശേഷം അതിന് നീട്ടാനുള്ള അലിഫ്. പിന്നെ ഗൈന്, പിന്നെ യാ നീട്ടാനുള്ളതാണ്. പിന്നെ നൂന്. ലിത്വാഗീന. ഇനി അടുത്തത് മആബ. മആബ. ഇവിടെ മീമുണ്ട്, മീമിനെ നീട്ടാൻ. ഇവിടെ മീമിനെ നീട്ടാനൊന്നുമില്ല, മറിച്ച് ഇവിടെ അലിഫുണ്ട് അല്ലേ, ഈ അലിഫ് നല്ലപോലെ നീട്ടണം. മആബ മആബ. മീം, അലിഫ്, ബാ, അലിഫ്. ഇനി കൂട്ടി ഓതാം. ലിത്വാഗീന മആബ. ലിത്വാഗീന മആബ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. ലിത്വാഗീന മആബ. അപ്പോൾ ഈ 2 ആയത്തുകൾ കുട്ടികളെ കൊണ്ട് നന്നായി ഓതിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വീഡിയോ ശേഷം വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.